ക്രേസുള്ള വിഷയത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചോൻ പരീക്ഷ. അപ്പോൾ അത് പരീക്ഷണമാവുള്ളൂ അല്ലെ. ഹൗഫ് കൊണ്ട് പരീക്ഷിക്കും, പിന്നെ ജൂ കൊണ്ട് പരീക്ഷിക്കും അല്ലെ, സ്വത്തും സന്താനങ്ങളും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു പ്രയാസം കൊണ്ട് പരീക്ഷിക്കും. എന്നിട്ടോ വബശ്ശിരി സ്വാബിരീൻ, സന്തോഷ വാർത്ത അറിയിക്കാൻ ആർക്ക്? ക്ഷമിക്കുന്ന ആളുകൾക്ക്. ക്ഷമിക്കുന്ന ആളുകൾ, അള്ളാഹുവിനോട് അസ്വസ്ഥത കാണിക്കാതെ വിധിയിൽ തൃപ്തിപ്പെട്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്ന ആളുകൾക്ക്, ക്ഷമിച്ചുകൊണ്ട് ആ പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാന്നുള്ളതാണ്. കേട്ടോ, വൈദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വലിയൊരു നിലപാട് അള്ളാഹു പ്രഖ്യാപിക്കണം, പഠിപ്പിച്ചേരാണ്. എന്താണ്? ഏതൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടേണ്ടവരാണ് എന്നവർ പ്രഖ്യാപിക്കുമെന്നാണ്. കാരണം ഇത് വളരെ ചെറിയൊരു ജീവിതമാണ്. ഞാൻ എൻ്റെ റബ്ബിലേക്ക് തിരിച്ചു പോകും. ഞാൻ ഈ സഹിച്ച പരീക്ഷണത്തിനും പ്രയാസങ്ങൾക്കും എൻ്റെ റബ്ബ് പ്രതിഫലം നൽകും, അത് തീർച്ചയാണ്, അതെനിക്ക് ഉറപ്പാണ് എന്ന് പ്രഖ്യാപിക്കാനാണ് ഒരു ചെറിയ പ്രയാസം ഉണ്ടാകുമ്പോൾ അള്ളാഹു പറഞ്ഞത് അല്ലേ. മരിക്കുമ്പോൾ പറയണതല്ലത്. പ്രതിസന്ധികൾ ജീവിതത്തിൽ കാണുമ്പോഴും വരുമ്പോഴും അറിയുമ്പോഴൊക്കെ ഒരു വിശ്വാസിയുടെ നിലപാട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. നമ്മൾ ഇതിനിങ്ങനെ കടന്ന് ഈ ദുനിയാവിൽ കടന്ന അയലുബന്ധങ്ങൾ നിലപാടുകളും നമ്മൾ മറന്നു പോകും. ജീവിതത്തിൽ ലക്ഷ്യം മറന്നു പോകാതിരിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് സഹോദരങ്ങളെ.